നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമേക്കാനും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ വികസന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുമുള്ള വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. 4.72 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ വൻകിട പദ്ധതിക്കായി ദേശീയപാത അതോറിറ്റി ഡിസൈൻ, ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ മാതൃകയിൽ ടെൻഡർ ക്ഷണിച്ചു. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്രൈസൽ കമ്മിറ്റിയുടെ അന്തിമ അംഗീകാരം ലഭിച്ചതോടെയാണ് ദേശീയപാത അതോറിറ്റി ഔദ്യോഗികമായി ടെൻഡർ നടപടികളിലേക്ക് കടന്നത്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ 62.7 കിലോമീറ്റർ നീളത്തിൽ 45 മീറ്റർ വീതിയിലാണ് നാലുവരിപ്പാത നിർമ്മിക്കുന്നത്. താൽപ്പര്യമുള്ള കമ്പനികൾക്ക് ഓഗസ്റ്റ് 6 വരെ ടെൻഡർ രേഖകൾ ഡൗൺലോഡ് ചെയ്യാം. ഓൺലൈനായി സമർപ്പിക്കുന്ന ബിഡുകൾ ഓഗസ്റ്റ് 7 തുറക്കും. പദ്ധതിയുടെ പരിസ്ഥിതി അനുമതിക്കായുള്ള പൊതു തെളിവെടുപ്പ് കാട്ടാക്കടയിൽ വെച്ച് 11 നടക്കും. പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവരുടെ പ്രതിനിധികൾ MLA-മാരായ M. വിൻസെന്റ്, MR. ബൈജു, സുധീർ ഷാ പാലോട് എന്നിവർക്കൊപ്പം മുഖ്യമന്ത്രി നേരിൽ കണ്ട് ചർച്ച നടത്തിയതിന് പിന്നാലെ ഭൂമി ഏറ്റെടുക്കലിനുള്ള സംസ്ഥാന വിഹിതമായ 3200 കോടി രൂപ സർക്കാർ അനുവദിച്ചു. പൊതുമരാമത്ത് വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് തയ്യാറാക്കുകയാണ്. വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങും. ഇതോടെ 4 വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയ 1000-ഓളം ഭൂവുടമകൾക്കും ഇനി ഭൂമി നൽകാനുള്ളവർക്കും വലിയ ആശ്വാസമാകും. പദ്ധതിക്കായി ആകെ 314 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. ഇതിൽ 11 വില്ലേജുകളിലായി 100 ഹെക്ടർ ഭൂമി ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു. ബാക്കി 13 വില്ലേജുകളിൽ നിന്നായി 200 ഹെക്ടറോളം ഭൂമി കൂടി ഇനി ഏറ്റെടുക്കാനുണ്ട്. ഭൂമി ഏറ്റെടുക്കലിന്റെ പകുതി ചെലവായ 930.41 കോടി രൂപയും സർവീസ് റോഡ് നിർമ്മാണത്തിനുള്ള 477.33 കോടി രൂപയും സംസ്ഥാനമാണ് വഹിക്കുന്നത്. കൂടാതെ സംസ്ഥാന GST ഒഴിവാക്കുന്നതിലൂടെ 210.63 കോടിയും മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളവയുടെ റോയൽറ്റി ഇളവിലൂടെ 10.87 കോടി രൂപയുടെ വരുമാനവും സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. വിഴിഞ്ഞം, തേക്കട, നാവായിക്കുളം എന്നിങ്ങനെ 2 റീച്ചുകളായി തിരിച്ച് 3 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പാതയിൽ 3 വലിയ പാലങ്ങൾ, 16 ചെറിയ പാലങ്ങൾ, 5 വയഡക്റ്റുകൾ, 90 അണ്ടർപാസുകൾ, ഓവർപാസുകൾ, 9 ഫ്ലൈ ഓവറുകൾ, 54 പൈപ്പ് കൾവർട്ടുകൾ, 44 ബോക്സ് കൾവർട്ടുകൾ എന്നിവയുണ്ടാകും. ഔട്ടർ റിംഗ് റോഡ് NH-66മായി ചേരുന്ന വിഴിഞ്ഞത്തും നാവായിക്കുളത്തും ട്രംപൻ ഇന്റർചേഞ്ചുകളും 8 പ്രധാന ജംഗ്ഷനും നിർമ്മിക്കും. ഈ റിംഗ് റോഡിന്റെ തുടർച്ചയായി കടമ്പാട്ടുകോണത്ത് നിന്നും ആരംഭിക്കുന്ന കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ദേശീയപാത കൂടി വരുന്നതോടെ വിഴിഞ്ഞത്തു നിന്നുള്ള ചരക്കുനീക്കം കൂടുതൽ സുഗമമാകും. പാതയുടെ ഇരുവശങ്ങളിലുമായി 5 കിലോമീറ്റർ ചുറ്റളവിൽ വിഴിഞ്ഞം, കോവളം, കാട്ടാക്കട, നെടുമങ്ങാട്, വെമ്പായം, മംഗലപുരം, കിളിമാനൂർ, കല്ലമ്പലം എന്നിങ്ങനെ 8 സാമ്പത്തിക മേഖലകളായി 34,000 കോടി രൂപയുടെ വൻ വികസന പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വ്യവസായ പാർക്കുകൾ, ടൗൺഷിപ്പുകൾ, നോളജ് ഹബ്ബുകൾ എന്നിവ സ്ഥാപിക്കുന്നതിലൂടെ 2.5 ലക്ഷത്തോളം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. അതേസമയം പദ്ധതിക്കായി വീടും സ്ഥലവും വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം കണക്കാക്കിയതിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചതായി ആക്ഷേപമുണ്ട്. വീടുകളുടെ ശരിയായ ഏജ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ പഞ്ചായത്തുകൾക്ക് സംഭവിച്ച വീഴ്ച കാരണം ഭൂ ഉടമകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകും. ഉദാഹരണത്തിന് വെളുപ്പിൽ പഞ്ചായത്തിൽ K-സ്മാർട്ടിലേക്ക് വിവരങ്ങൾ ചേർത്തപ്പോൾ ഡാറ്റ എൻട്രിയിൽ വന്ന പിഴവ് കാരണം ചൊവ്വള്ളൂർ സ്വദേശിയായ ഒരാളുടെ 10 വർഷം പഴക്കമുള്ള വീടിന് 13 വർഷത്തെ പഴക്കം രേഖപ്പെടുത്തുകയും ഇതുമൂലം 20 ലക്ഷത്തിലധികം രൂപ നഷ്ടമാവുകയും ചെയ്തു. പിഴവ് തിരുത്തി പഞ്ചായത്ത് നൽകിയ പുതിയ സാക്ഷ്യപത്രം 2025 ഡിസംബറിൽ ഔട്ടർ റിംഗ് റോഡ് സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിലും തുടർന്ന് നഷ്ടപരിഹാര നിർണ്ണയം നടത്തുന്ന സമാര കൺസൾട്ടൻസിലും കൈമാറിയെങ്കിലും ഇത് പരിശോധിക്കേണ്ട PWD വിഭാഗം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഫയൽ തീർപ്പ് കൽപ്പിച്ചിരുന്നില്ല.